ഹലോ, വെൽക്കം ബാക്ക്. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇനിയും സംസാരിക്കാതിരിക്കാൻ വയ്യ. ഞാനെന്നല്ല, ഒരുപാട് ആളുകൾ ഇതിനെതിരെ റിയാക്ട് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം സോഷ്യൽ മീഡിയയിൽ വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു പ്രശ്നം. ഞാൻ ഒരു തവണ വൺസ് ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇവരുടെ എക്സ് ഹസ്ബൻഡ് ഇവരെ വന്നിരുന്ന് പരസ്യമായിട്ട് ചീത്ത വിളിക്കുന്നത് കണ്ടിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അന്ന് തൊട്ട് ഞാൻ ഇവരുടെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. രണ്ട് കൂട്ടരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഹസ്ബൻഡ് ഇവരെ ഉപേക്ഷിച്ച് പോയി 4-5 വർഷം, 5-6 വർഷമായിട്ടുണ്ട്. അയാൾ വേറൊരു ബന്ധത്തിൽ പോയി. അവിടെ അയാൾ കുഴപ്പമില്ല, അയാൾ വളരെ ഹാപ്പിയിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ അവിഹിതത്തെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ അയാളുടെ ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത്. അയാളുടെ കൂടെ വന്ന ആ സ്ത്രീയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണ് ഇയാളുടെ കൂടെ പോകുന്നത്. അവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും 2 കുട്ടികളെ ഉപേക്ഷിച്ച ഒരമ്മ വേറൊരാളുടെ കൂടെ ഇറങ്ങി വരിക എന്നുള്ളതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അവരിനി എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും, അല്ലെങ്കിൽ ഇപ്പോഴും അവർ വന്ന് ജീവിക്കുന്നുണ്ട്, ഇയാളുടെ കൂടെ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്ക് സന്തോഷമാണ് എന്ന് പറയുന്നു. അപ്പോഴും ആ കുട്ടികളെ അവർ കൂടെ കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ഉള്ള ബന്ധത്തിലുള്ള ആ ഒരു കുഞ്ഞിനെ അതിനെ കൊണ്ട് നടക്കുകയും അതിനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് കാണിച്ച് അതിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ആ കുട്ടികളെ എവിടെയോ ഇവർ തന്നെ ഏറ്റെടുത്താക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാലും വളരെ വളരെ കഷ്ടമാണ്. കാര്യം ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം പറയുന്നത് കേട്ടിട്ട് ആ സ്ത്രീയുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണെന്നും തോന്നുന്നില്ല, ഇവരുടെ കൂടെയല്ല. അപ്പം അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ, അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരേണ്ടി വരുന്ന ഒരു ഗതികേട് വളരെ വല്ലാത്തതാണ്. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവർ പറയും സന്തോഷം കൊടുക്കുന്നുണ്ട്, സമാധാനം കൊടുക്കുന്നുണ്ട്, ക്യാഷ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് നിഷേധിക്കപ്പെട്ടത് എന്നും നിഷേധിക്കപ്പെട്ടത് തന്നെയാണ്. ഇപ്പം ഇവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഇപ്പോൾ ഉള്ള കുഞ്ഞിനെ പോലെ നോക്കി അവരെയും കൂടെ ചേർത്ത് നിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യായവും ഞാൻ കാണുന്നില്ല. എന്തിൻ്റെ പേരിലാണേലും അവരന്ന് ഇയാളുടെ കൂടെ ഇറങ്ങി വരുമ്പോൾ ഇളയ കുഞ്ഞെന്തോ പാല് കുടിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെന്നാണ് പറയുന്നത്. അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു അമ്മ വരിക, അതിനെ ജനം സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നീചമായ പ്രവൃത്തിയാണ്. അവർ ചെയ്തത് വളരെ നീചമായ പ്രവൃത്തി തന്നെയാണ്. അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഒരമ്മമാരും ചെയ്യാൻ പാടില്ല ഈ ലോകത്ത്. സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആരുടെയും കൂടെ എന്ത് പേരിലും എന്ത് സുഖത്തിൻ്റെ പേരിലും പോകാൻ പാടില്ല. അല്ലെങ്കിൽ അവരെയും കൊണ്ട് പോവുക, അവരെ കൂടെ ചേർത്ത് നിർത്തുക, എവിടെ പോയാലും അവരും കൂടെ ഉണ്ടാകുക. അല്ലാതുള്ള ഒരു പ്രവൃത്തിയോടും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം, ഇവരുടെ എക്സ് ഹസ്ബൻഡിൻ്റെ കാര്യം, അത് ഞാനിപ്പം ന്യായീകരിക്കുന്നതേ ഉള്ളൂ. കാര്യം ഇവരുടെ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരാൾക്കും ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന്. ഇന്നലെ അയാളുടെ വീഡിയോയിലുണ്ട് ഇവരുടെ തനി സ്വരൂപമുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത്, ഇവരങ്ങനെ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റേ ബന്ധം എന്തോ ചോദ്യം ചെയ്തപ്പോഴാണ് എന്നാണ് പറയുന്നത്. ആയിരിക്കാം. എന്ത് തന്നെ ഇഷ്യൂ ആണെങ്കിലും ഒരു സ്ത്രീ ഒരു പെരുമാറുന്നതിന്, ഒരു സ്ത്രീ ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഒരാളെ കൊല്ലാനായിട്ട് ചെല്ലുക, അക്രമാസക്തി ആകുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് തന്നെ വല്ലാണ്ട് പേടിയാകും. ഇത് നേരെ തിരിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ നേരെയാണ് ഇങ്ങനെ അക്രമാസക്തനായിട്ട് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്ത് തന്നെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ജനം ന്യായീകരിക്കും. ഇങ്ങനെയാണോ ചെല്ലേണ്ടത്, ഒരു പെണ്ണിൻ്റെ നേരെ ഇങ്ങനെയാണോ ചെല്ലേണ്ടതെന്ന്. ഒരു പുരുഷൻ്റെ നേരെ അപ്പോൾ എന്തു ആകാമെന്നാണോ? അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 22ാമത്തെ വയസ്സിൽ, അയാൾക്ക് 22 വയസ്സുള്ളപ്പം ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീ അയാളെ കഴിഞ്ഞ് മൂത്തതാണ് എന്നാണ് പറയുന്നത്. 22ാമത്തെ വയസ്സിൽ അയാളെ അങ്ങോട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പുറകെ നടന്നാണ് ഈ സ്ത്രീ കല്യാണം കഴിച്ചത്. അത് ഇവരും പറയുന്നുണ്ട്. അയാളെല്ലാം ഒരിക്കലും പറഞ്ഞത്, ഇവർ അങ്ങോട്ട് പുറകെ നടന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതാണ്. ആ ഒരു 22 വയസ്സെന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് അത്ര മെച്യൂരിറ്റി ഉള്ള ഒരു പ്രായമൊന്നുമല്ല. ഇവരെപ്പോഴും ഇയാളെ ഇദ്ദേഹത്തെ കഴിഞ്ഞ് മൂത്തതാണ് എന്നും പറയുന്നുണ്ട്. എങ്ങനെയും ആകട്ടെ, അത് കല്യാണം കഴിഞ്ഞു. ഒരു വിവാഹ ജീവിതത്തിൽ ഒരാളുമായിട്ട് ഒരാൾക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല, ജീവിതം ഒട്ടുമേ സുഖമുള്ളതല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയിട്ട് അയാൾക്ക് വേറൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട് എന്നുള്ളത് സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്. അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് എല്ലാവരും സ്ത്രീകളുടെ കാര്യത്തിൽ പറയുന്നതാണ്. പുരുഷന് അപ്പോൾ എന്തുകൊണ്ടായിക്കൂടാ? അയാൾ അന്നും ഇന്നും പറയുന്നുണ്ട് ഇവരെ അയാൾ സ്നേഹിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ ഒന്ന് പറ്റിപ്പോയി 22ാമത്തെ വയസ്സിൽ. ഇങ്ങനെ കുറേ തവണ പുറകെ നടന്നപ്പം അയാൾ സ്വീകരിച്ചു, ഒരു കുഞ്ഞും ഉണ്ടായി, സംഭവിച്ചു പോയി. പിന്നെ ഒട്ടുമേ സ്നേഹിച്ചിട്ടില്ല, ഇഷ്ടമില്ല, ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ്
ഇനിയിപ്പോൾ ഇവരെ എത്ര നല്ലതാണെന്നിരിക്കട്ടെ, പക്ഷെ അയാൾക്ക് ഇവരെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല. അത് ജസ്റ്റ് ഈ 2 സീൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. സാധാരണ ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് പല ഇൻ്റർവ്യൂസിലും ഇവർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ നാവ് ഒന്ന് അടക്കി വെക്കുക, അപ്പം എന്നാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന് ഇവരുടെ ഹസ്ബൻഡ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ നാവ് നീട്ടിയിട്ട് കത്രിക എടുത്ത് മുറിക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ കുഞ്ഞു പേടിച്ച് കരഞ്ഞു, ഇയാൾ തടഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇവരാ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയതെന്ന്. അങ്ങനെയാണ് എനിക്ക് ഓർമ്മ കേട്ടോ. അതിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സ്വന്തം നാവ് കത്രികയ്ക്ക് മുറിക്കാൻ പറ്റുന്ന ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തതാണ്. അപ്പം നിന്റെ കൈയോ നടക്കി വെക്ക്, എന്നാൽ എനിക്ക് സമാധാനം കിട്ടും എന്ന് പറഞ്ഞാൽ കൈ വെട്ടിക്കളയുമോ? നീ ഒന്ന് നടക്കാതെ എവിടെയെങ്കിലും ഇരിക്കുക, എന്നാൽ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞാൽ കാല് വെട്ടിക്കളയും. സ്വന്തം ശരീരമാണെങ്കിലും ഇങ്ങനെ ആക്രമിക്കാനുള്ള ഒരു വാസന ഉണ്ടാകുക എന്ന് പറയുന്നത് അത് വളരെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു സ്വഭാവ വൈകൃതമാണത്. അപ്പോൾ ആ രീതിയിലായിരിക്കില്ലേ എപ്പോഴും ഇവരുടെ പെരുമാറ്റം. ഇപ്പോൾ ഇവരെ ന്യായീകരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, ഈ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന സീൻസ് കണ്ടിട്ട് പറയുന്നുണ്ട്, അത് ഒരു ഭർത്താവിന് അവിഹിതമുണ്ട് എന്ന് പറയുമ്പോൾ ഏതൊരു ഭാര്യയാണെങ്കിലും ചെയ്തു പോകുന്നതേ ഉള്ളൂ. ശരി, എനിക്കറിയില്ല ഇങ്ങനെ അക്രമാസക്തരായിട്ട് പെരുമാറുന്ന ആളുകൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുക, എനിക്കറിയില്ല. അത് മിക്കവാറും സ്ത്രീകൾ എനിക്ക് തോന്നുന്നു അവർ കരയും, ഒരുപാട് സങ്കടപ്പെടും ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ ഇതുപോലെ ക്രൂരമായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് ഇങ്ങനെ കൊല്ലാൻ തുടങ്ങുന്ന പോലെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതൊക്കെ എനിക്കറിയില്ല. പിന്നെ അത് ഇനി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ കുഞ്ഞിനെ എന്തിനാണ് ഇവരിങ്ങനെ വല്ലാണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അച്ഛനെ വിളിച്ചു എന്നുള്ള കാരണത്തിന് ഈ കുഞ്ഞിനോട് എന്തിനാണ് അവരുടെ മുഖഭാവവും ഒക്കെ എല്ലാവരും കണ്ടതല്ലേ, അതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? അതിനെ ന്യായീകരിക്കുന്നുണ്ട് കുറേ ആളുകൾ. അത് തനുവിൻ്റെ ആ അവസ്ഥയാണ്. ഇങ്ങനെ ഓർക്കുമ്പോൾ എന്താണ്ടൊക്കെ ഓർക്കുമ്പം അവർക്കുണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ്, ആ മാനസികാവസ്ഥയിൽ കൂടെ പോകുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അതൊരു നോർമൽ മാനസികാവസ്ഥയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ആദ്യം ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലേ ഒരു നോർമലായിട്ടുള്ള പേഴ്സൺ ഇവർ തന്നെ പറയുന്നുണ്ട്, ഈ കുഞ്ഞെന്ന് പറയുന്ന ഒരു നോർമൽ കുഞ്ഞല്ല, അതിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, എന്തൊക്കെയോ കുറവുകളുള്ളതാണ്, ഐക്യു കുറവാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞിനെ ഒരു സ്വന്തം അമ്മ ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? ഈ 5 വർഷമായിട്ട് ഇവർക്ക് സമാധാനം ഇതുവരെ കിട്ടിയില്ലേ? എത്രയോ സ്ത്രീകൾ ഉപദ്രവിക്കുന്ന ആണുങ്ങളുടെ അടുത്ത് നിന്ന് ഒരിറ്റ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇയാൾ എന്നെ ഒന്ന് ഉപദ്രവിക്കാതെ, എന്നെയും കുട്ടികളെ ഉപദ്രവിക്കാതെ ഒന്ന് പോയി തന്നാൽ മതി, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് ബെഗ് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ മതി എനിക്ക്, ഞാൻ സമാധാനമായിട്ട്, ഇപ്പോൾ ഡിവോഴ്സ്ഡൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ, കുട്ടികളില്ലാത്തവരുണ്ട്, അവർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നോക്കി സുഖമായിട്ട് ജീവിച്ചേനെ, എനിക്ക് അത് മതി. ഇവരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടല്ലോ, 5 വർഷമായിട്ട് ഇയാൾക്ക് എന്തൊക്കെ അവിഹിത കഥകൾ ഉണ്ടായിക്കോട്ടെ, ഇയാൾ ഇട്ടിട്ട് പോയി ഇയാൾ തിരിച്ചു വന്ന് ഉപദ്രവിക്കുന്നില്ല, ഇപ്പം ചിലവിന് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കോടതിയിൽ നടക്കുന്ന കേസും കാര്യങ്ങളുമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ദൈനംദിനം വന്നിരുന്നിട്ട് ഇങ്ങനെ വിളമ്പിയാൽ, ഇങ്ങനെ ഈ കുഞ്ഞിനെ അപമാനിച്ചാൽ ചിലവിന് കിട്ടുമോ ഇവർക്ക്? അതുപോലെ ഈ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത്രയും വർഷം സപ്പോർട്ട് ചെയ്തല്ലോ, ഇത്രയും വർഷം ഇതിനു വേണ്ടിയിട്ട് ഇവരാണ് ശരി എന്ന് പറഞ്ഞിട്ട് നിന്നല്ലോ, എന്തെങ്കിലും ഒരു മെച്ചമുണ്ടായതായിട്ട് നിങ്ങൾക്കറിയോ? ഇയാളെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മേന്മ ഉണ്ടായതായിട്ട് നിങ്ങൾക്കറിയോ? ഇനി ഒരു വേള ഇയാൾ എന്തൊക്കെയോ പ്രോഗ്രാമിലുള്ളതും കോമഡി സ്റ്റാർസിലും ഒക്കെയുള്ള അങ്ങനെ സമൂഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇയാളുടെ അഭിമാനം നഷ്ടപ്പെടുന്നതിനെ ചൊല്ലിയിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്താൽ ഈ സ്ത്രീക്ക് സമാധാനമാകുമോ? അപ്പോൾ ആരെ കുറ്റം പറഞ്ഞിട്ട് ആരെ കരുവാക്കിക്കൊണ്ട് ഇവർ പിന്നെ വീഡിയോ ചെയ്യും? അപ്പോൾ ഇവരുടെ കുഞ്ഞിനെ എങ്ങനെ അച്ഛനെ ഇവർ കാണിച്ചു കൊടുക്കും? ഒന്നും അല്ലെങ്കിൽ ഇവർക്ക് ചിന്തിക്കാം, ഇവരുടെ കുഞ്ഞ് അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, എന്നെങ്കിലും തെറ്റിതിരുത്തി അയാൾ ഇവരെ സ്നേഹിക്കുമായിരിക്കാം. ഈ കുഞ്ഞു സുരക്ഷിതയായിട്ട് എൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പം എൻ്റെ ഒരു കടമ എന്ന് വെച്ചാൽ ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, കുഞ്ഞ് നാണം കെടുന്നില്ല, വീട്ടിൽ കിടന്ന് അലമ്പും ബഹളവും ഇല്ല, ഒന്നുമില്ല, എൻ്റെ രീതിക്ക് ഈ കുട്ടിയെ നന്നായിട്ട് വളർത്തുക എന്നുള്ളതല്ലേ ഈ സ്ത്രീ ചിന്തിക്കേണ്ടത്. അതിനെന്നും വന്നിരുന്ന വീഡിയോ ഇപ്പം തന്നെ ഈ റീസെൻ്റായിട്ട് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞെന്തോ അയാളുടെ ഇപ്പോഴത്തെ ലൈഫിൽ അയാൾ വീഡിയോ ഇടുന്നുണ്ട്, അയാളുടെ കുട്ടിയായിട്ടുള്ള ഇപ്പോഴുള്ള കുട്ടിയായിട്ട്, അതും അയാളുടെ കുട്ടി തന്നെയാണ്, വീഡിയോ ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് കുഞ്ഞിന് ഭയങ്കര പ്രശ്നമാണത്രേ. അത് നിർത്താൻ പറയാൻ ഇവർക്ക് എന്താണ് അവകാശം? ഇവരുടെ കുട്ടിയെ സ്നേഹിക്കാൻ പറയാനും എന്താണ് അവകാശം? സ്നേഹിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ആരോടും പിടിച്ചു മേടിക്കാനോ ക്യാഷ് കൊടുത്ത് മേടിക്കാനോ ഒന്നും പറ്റില്ല. സ്നേഹം അയാളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവണം. അയാൾ എങ്ങനെ പെരുമാറണം എന്നുള്ള പെരുമാറ്റം അയാളുടെ ഉള്ളിൽ നിന്ന് വരണം. അല്ലാതെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഈ കമൻ്റ് ഇടുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന
ആളുകളെല്ലാം കൂടെ ഷൗട്ട് ചെയ്തുകൊണ്ടോ അയാളൊന്നും ചെയ്യില്ല. അതൊക്കെ അയാൾ എന്ത് ചെയ്യണം എന്നുള്ളത് അയാൾക്കുള്ളിലെ മനുഷ്യത്വവും അല്ലെങ്കിൽ അയാൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെല്ലാവരും കൂടെ ഇങ്ങനെ അയാളെ അറ്റാക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യില്ല. ഇപ്പം നല്ലൊരാൾ ഇവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ജീവിത സാഹചര്യം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ പോലെ ആ സ്ത്രീ ഇവരെ നോക്കുന്നുണ്ട്. അതിലൊതുങ്ങി ഇവർക്ക് ഇവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. ഇവരുടനെ ഇവരുടെ കുട്ടി കരഞ്ഞു, അയാളുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് അയാൾ ആ കുഞ്ഞിനെ താലോലിക്കുന്ന കണ്ടിട്ട് ഈ കുട്ടി കരഞ്ഞു. ഈ അച്ഛനില്ലാത്തതും അല്ലെങ്കിൽ അച്ഛൻ ഉപേക്ഷിച്ച് പോയതും അച്ഛൻ മരിച്ചു പോയതും ഒക്കെ ആയ ഒരേ ഒരു കുഞ്ഞ് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇവർക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നേരം വെളുക്കുമ്പോൾ രാത്രി വരെയുള്ള ജോലി ഇതാണ്. വീഡിയോ ഇടുക, ലൈവ് ഇടുക, ഇങ്ങനെ കുറ്റം പറയുക, കരയുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജോലി. കാര്യം നോക്കാൻ വേറെ ആളുണ്ട്. ഇപ്പോൾ ആ ഹോൾഡ് ചെയ്തേക്കുന്ന സ്ത്രീ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ജസ്റ്റ് ഒരു ജോലി അവരുടെ ബൊട്ടീക്കിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് മോഡലായിട്ടൊന്ന് നിന്ന് കൊടുത്താലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സമയം ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. നേരെ മറിച്ച് നല്ലതുപോലെ അധ്വാനിച്ച് അങ്ങനെയാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ സമയം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ഇപ്പം വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 5 വർഷമായിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്നത്? ഞാൻ നിങ്ങളുടെ വീഡിയോ അന്ന് തൊട്ട് ഫോളോ ചെയ്യുന്നതാണ്, 2 കൂട്ടരുടെയും. അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അയാൾ ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ഇവരെ ശല്യം ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഇവരാണ് ഇപ്പം തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിന് അവരുടെ വീഡിയോ കണ്ടപ്പം പ്രശ്നമുണ്ടായി. എൻ്റെ കുഞ്ഞങ്ങനെ അനുഭവിക്കാൻ പാടില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അയാൾ സ്നേഹിക്കണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ വിളിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അയാൾ എൻ്റെ കുഞ്ഞിനെ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അയാളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. താനും ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല എന്ന്. എന്തിനാണ് പിന്നെ ഈ ഡബിൾ സ്റ്റാൻഡ്? അങ്ങനെ ഒരു ഇതാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കാനേ പോകണ്ടെന്നേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. അപ്പോൾ പിന്നെയും എന്തിനാണ് അയാളുടെ സ്നേഹം? അച്ഛനല്ലേ, അച്ഛൻ്റെ സ്നേഹം കിട്ടണ്ടേ, അച്ഛൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ പോകുന്നത്? അത് നിയമപരമായിട്ട് നേടിയെടുക്കേണ്ട നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ദിവസവും ഇയാളെ നാണം കെടുത്തി, നിങ്ങൾ ഇയാളെ നാണം കെടുത്തുന്നതിനെ കഴിഞ്ഞും ഏറ്റവും അധികം നിങ്ങൾ നാണം കെടുത്തുന്നത് ഈ കുഞ്ഞിനെ തന്നെയാണ്. എന്നും വന്നിരുന്നിട്ട് ഈ കുഞ്ഞിനോട് പെരുമാറിയ ആ പെരുമാറ്റം തന്നെ അത് കണ്ടാൽ ഒരമ്മയ്ക്കും, സാധാരണഗതിയിലുള്ള ഒരമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല. ഇപ്പം നോർമലി അമ്മമാർ കുട്ടികളോട് ദേഷ്യപ്പെടുമായിരിക്കും, ഒക്കെ ചെയ്യുമായിരിക്കും, ഞാനൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഞാനതൊരിക്കലും ഒരു ക്യാമറ എടുത്തിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരെയും കാണിക്കില്ല. അത് കാണിക്കുന്ന എനിക്ക് ഭയങ്കര നാണക്കേടായിട്ട് തന്നെ എനിക്ക് തോന്നും. അഥവാ അങ്ങനെ ചെയ്യുന്നത് ഇത്രയ്ക്കും ക്രൂവലായിട്ട് കാണിക്കുന്നത് വല്ലാണ്ട് നാണക്കേടായിട്ട് തോന്നും. നിങ്ങൾക്ക് അതുപോലും തോന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ ലൈവ് വരും. ഈ അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പുറത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യാത്ത നല്ലവരായ കുടുംബിനികളായ ഞങ്ങളാണ് തനൂജിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഞാൻ കണ്ടു. ഓക്കെ, അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യാത്ത അനുഭവിക്കുന്ന കുടുംബസ്ഥകളായ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഇതുപോലെ വൃത്തികെട്ട ഹസ്ബൻഡാണെന്നാണ് പറയുന്നത്. പെണ്ണുപിടിയനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഹസ്ബൻഡാണ്. വേറെ ഏതൊക്കെയോ റിലേഷൻ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളെ വിട്ടിട്ട് പോയത്. ഒരാൾ 10,000 വട്ടം പറയുക നിന്നെ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ ലൈഫിലേക്ക് നീ വരാനേ പാടില്ല എന്ന് പറയുമ്പോഴും വീണ്ടും എന്തിനാണ് അയാളെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്? നിങ്ങളുടെ കൂടെയുള്ള ആ കുട്ടിക്ക് എന്ത് ഗുണമാണ്? അതിൻ്റെ ലൈഫ് തന്നെ, അതിൻ്റെ ഭാവി തന്നെ പോയി എന്നുള്ളതല്ലാതെ എന്ത് ഗുണമാണ് ഉണ്ടാകുക? ആ കുഞ്ഞിന് അതുപോലെ ഭയങ്കര സ്നേഹമാണ്, ഇയാളുടെ സ്വരം കേൾക്കാനാണ് വിളിച്ചത് എന്നൊക്കെ പറയുന്നു. ആ കുഞ്ഞ് ഇന്നലത്തെ ലൈവിൽ അയാൾ കരയുന്ന കണ്ടിട്ട് ചിരിക്കുന്ന ഞാൻ കണ്ടു. ഞാൻ ഓർത്ത് ഈ കുഞ്ഞിനെയും കള്ളത്തരം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കാണോ? ഇത്രയധികം അപ്പായെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനെങ്ങനെയാണ് അപ്പ അവിടെ ഇരുന്ന് കരയുമ്പം ഇങ്ങനെ ആ കുട്ടി പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു കളിയാക്ക സ്റ്റൈലിലാണ്. ഇതേ കരയുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാ കരയുന്നതെന്ന്. ആർക്കറിയാം? ആ കുട്ടി ഒരു ആ ഒരു ശൈലിയിൽ ചിരിക്കുകയാണ്. ഇതൊക്കെ വിഷ്വലി നിങ്ങൾ പബ്ലിക്കിലേക്ക് നിങ്ങൾ തന്നെ അറിയിക്കുന്നതാണ്. ഇല്ലാതെ ഞങ്ങളാരും ഈ കാണുന്നവരാരും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതല്ല. നിങ്ങൾ ഇങ്ങനത്തെ വിഷ്വൽസ് പബ്ലിക്കിലേക്ക് ഇടുമ്പം ജനങ്ങളെല്ലാം മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, എഗെയിൻസ്റ്റ് പറയരുത് എന്നൊക്കെ പറയുന്നത്
എത്ര ബാലിശമായ കാഴ്ചപ്പാടാണ്. നിങ്ങളെപ്പോൾ ആര് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്താലും നിങ്ങൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയും. എന്നിട്ട് നിങ്ങൾ പറയും നിങ്ങളുടെ പേര്, നിങ്ങളെ കണ്ടന്റ് ആക്കരുത്, നിങ്ങളെ വീഡിയോ ചെയ്യരുത്, നിർത്തു നിർത്തു നിർത്തു, ഇത് നിർത്തു, എന്നെ കണ്ടന്റ് ആക്കുന്നത് നിർത്തു, എന്നെ വെറുതെ വിടൂ. ആര് നിങ്ങളെ പിടിച്ചു വെച്ചേക്കുന്നു? ആരും നിങ്ങളെ പിടിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കാക്കി ജനങ്ങളുടെ വായിൽ കമ്പിട്ട് കിള്ളി ഓരോന്ന് പറയിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സപ്പോർട്ടേഴ്സ് നിങ്ങൾക്കുണ്ട്, ഒരുപാട്. അത് സ്ത്രീ സംരക്ഷകർ എന്ന് പറയുന്നത് സ്ത്രീകളെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകൾ എന്ന് സ്വയം പറയുന്നു. നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നുമല്ലെങ്കിലും ഇപ്പോൾ സുരക്ഷിതമായിട്ടൊരു ലൈഫുണ്ട്. ഈ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ഇപ്പോൾ അച്ഛൻ മറ്റേ കുട്ടിയുമായിട്ടുള്ള ആ സീൻസൊക്കെ കാണുന്നത് ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത്? അതുപോലെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഈ കുട്ടിയെ വെക്കുകയും വേറെ പലവിധ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുത്തുകയും ആ ഒരു ശ്രദ്ധ ഈ കുട്ടിയിൽ നിന്ന് മാറ്റാനായിട്ട് ഫോണ് തന്നെ ഉപയോഗിക്കാൻ ഇതിൻ്റെ കൈ കൊടുക്കുന്നത് കുറയ്ക്കുകയൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഒരമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പറ്റില്ലേ അതൊന്നും ചെയ്യാനായിട്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളെ വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ വേണ്ടാത്ത ഒരച്ഛൻ്റെ പുറകെ നിങ്ങളിങ്ങനെ നടന്ന് ദിവസവും കണ്ടന്റ് ഉണ്ടാക്കുക. എന്നിട്ട് അത് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പറയുക, അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകൾ പോവുക, കേസിൻ്റെ പുറകെ വീണ്ടും നടക്കുക. ഇപ്പോൾ കൂടെയുള്ള ലേഡിയുടെ വീട്ടിലേക്ക് പോവുക, അവിടെ ചെന്ന് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യുക, വീണ്ടും അത് കണ്ടന്റ്. ശരിക്കും എല്ലാവരും പറയുന്ന സത്യമാണ്, നിങ്ങൾക്ക് വേണ്ടത് കണ്ടന്റ് തന്നെയാണ്. അതിൽ കൂടെ എല്ലാവരും കണ്ടന്റിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, ശരിയാണ്. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ലൈഫ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആസ് എ മദർ നിങ്ങൾ പരാജയമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറേ ആളുകൾ പറയുന്നുണ്ട് അവർ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തെണ്ടിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ലേ എന്നുള്ളത്. ആ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിയിട്ട് എന്ത് ക്വാളിറ്റിയാണുള്ളത്? സമൂഹത്തിലേക്ക്, സൊസൈറ്റിയിലേക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൊടുത്ത് ആര് ഈ കൊച്ചിനെ കണ്ടാലും അപ്പം മനസ്സിലായി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്. അമ്മ ദേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അന്ന് തൊട്ടേ, അച്ഛൻ ഇങ്ങനെയാണ്. ഇപ്പം സ്റ്റിൽ 5-6 വർഷമായിട്ട് ഇവർക്ക് നേരെ ഉപദ്രവമില്ല എന്നിരിക്കെ ഇവർ എന്തിനാണ് പിന്നെയും ഈ കുഞ്ഞിൻ്റെ ഭാവി നശിപ്പിക്കുന്നത്? എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയും പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയാണ് ഇങ്ങനെയെങ്കിൽ പിന്നെയും നിങ്ങളിങ്ങനെ നടക്കുമോ? ഏതോ 5 പവൻ്റെ സ്വർണ്ണമോ എന്തോ കുറച്ച് ക്യാഷോ ഒക്കെ അയാൾ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. അത് എത്ര വട്ടം പറയണം? അത് നിയമപരമായിട്ട് പോകുന്നില്ല. ഇവർക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. അഥവാ അത് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അത് സത്യമായിരിക്കില്ല പറയുന്നത്. പറഞ്ഞു കൊടുക്കേണ്ടവരെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ വീണ്ടും അവൻ അനുഭവിക്കും, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം നിനക്ക് കിട്ടിയ ജീവിതത്തിൽ നീ സന്തോഷിക്കൂ എന്നാണ് പറയേണ്ടത്. ആ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തി ഇപ്പം അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് കുഞ്ഞിൻ്റെ മാനസിക പ്രശ്നം? നിങ്ങളിനി വീഡിയോ ഇടരുത്. അയാളുടെ ഇഷ്ടമാണ് അയാൾ വീഡിയോ ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യുന്നത്. ഇപ്പം എത്രയോ സ്ത്രീകൾ കല്യാണം കഴിച്ചിട്ട് അനുഭവിക്കുന്നു. അവരോടൊക്കെ ആളുകൾ പറയുന്നുണ്ട് നീ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കണ്ട. നിനക്ക് കൊള്ളാത്തൊരു ബന്ധമാണെങ്കിൽ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് വേറെ അഫെയറിലേക്ക് വേറെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയുള്ളൂ. അയാൾക്ക് പറ്റില്ല, അയാൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല. എത്ര നാണം കെടുന്ന രീതിയിൽ നിങ്ങളെ അവഹേളിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളത് വിടാതെ പിടിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അയാളെ ഞാൻ ന്യായീകരിക്കും. ഇനി കാര്യം ഈ 2 വീഡിയോ കണ്ടതോടെ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷനും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് വീഡിയോ അയാളുടെ അവിഹിതം കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾ ചെയ്തതാണെങ്കിൽ ഓക്കെ. എനിക്കറിയില്ല സാധാരണ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമോ എന്ന്. ഇത്ര ധൈര്യം വരുമോ ഒരാളോട്, ആണുങ്ങളോട് ഇങ്ങനെ കാണിക്കാമെന്ന് എനിക്കറിയില്ല. പെണ്ണുങ്ങളോട് കാണിക്കുന്നു, ആണുങ്ങളോടെന്നല്ല. എന്തെന്നെ കാര്യത്തിനാണെങ്കിലും ഇങ്ങനെ ആക്രമിക്കാൻ ചെല്ലുക എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെക്കൻഡ് കാര്യം, ഇന്നലെ കുഞ്ഞിനോട് കാണിച്ചത് അപ്പോൾ എന്തിൻ്റെ പേരില്ല? അപ്പയെ ഒന്ന് വിളിച്ച്, നിങ്ങൾ ഈ അപ്പയോട് ഭയങ്കര സ്നേഹമാണ് ഈ കുട്ടിക്ക് എന്ന് പറയുന്ന ആ കുട്ടി അപ്പയെ വിളിച്ചതിൻ്റെ പേരിലാണോ നിങ്ങൾ അത്രയും വയലൻ്റായി നിങ്ങളുടെ ആ ഭീകരമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിച്ചത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകും അവർ പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ നല്ലതാണ്, നിങ്ങൾ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജീവിതം ജീവിച്ച് കാണിക്കണം. പുതിയൊരു ജീവിതം, നിങ്ങൾ കല്യാണമൊക്കെ ആലോചിച്ചായിരുന്നല്ലോ. അപ്പോൾ പുതിയൊരു ജീവിതം ജീവിച്ച് ഒരു 4-5 വർഷം സെക്സ് ആയിട്ട് കൊണ്ടുപോയി കാണിക്കും നിങ്ങളും. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ലൈഫ് സോഫ്റ്റായിട്ട് ഇനിയെങ്കിലും ആ കൊച്ചിന് സമാധാനം കൊടുത്ത് കൊണ്ടുപോകാൻ വേണ്ടത്. ഇപ്പോൾ അതിന് 10-11 വയസ്സായി. ഇനി ഏത് കാലത്ത് നിങ്ങൾ അതിന് സമാധാനം കൊടുക്കാനാണെങ്കിൽ ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് നന്നായിട്ട് അതിന് സമാധാനം കൊടുത്ത് സന്തോഷമായിട്ട് സ്നേഹിച്ചു കൊണ്ടുപോകാൻ നല്ല ടാലൻ്റുള്ള നല്ല മിടുക്കിയായ ഒരു കുട്ടി
അതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട്. ശരിക്കും നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ അയാളുടെ കൂടെയുള്ള ആ സ്ത്രീയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. അയാൾക്ക് വേറൊരു കല്യാണം കഴിക്കണം തോന്നി വേറൊരാളെ കൂട്ടി അയാൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഇനി ഇവർ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ ഉണ്ട്, കാവ്യ മാധവനെ കല്യാണം കഴിച്ചപ്പം എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞാക്കി വെച്ച ഒരാളെ ഞാൻ അങ്ങ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ പോലെ ഒരു നൈസായിട്ടുള്ള ഒരു ഒഴിവാകൽ, ഒരു വെള്ളപ്പൂച്ചൽ എന്ന് പറഞ്ഞതുപോലെയുണ്ട്. ഇപ്പം ആരെങ്കിലും ആവുമോ? നിങ്ങൾക്കില്ലാത്ത ഒരു ബന്ധം, ഒരു റിലേഷൻ ആരെങ്കിലും പറഞ്ഞാക്കി എന്ന് പറഞ്ഞ തലയിലാവുമോ? അത് തന്നെയല്ല, ലോകത്തോരമ്മയും പെറ്റ മക്കളെ, സ്വന്തം കുഞ്ഞു മക്കളെ ഇട്ടിട്ട് ഒരാളുടെ കൂടെ പോകാനുള്ള മനസ്സ് ഒരിക്കലും കാണിക്കരുത്. എവിടെ പോയാലും തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ കൂടെ തന്നെ കാണണം. ഒരമ്മയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കും പറ്റില്ല. അതുങ്ങളെ ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുന്നത് വളരെ നീചമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. അവരെ ഒരു അമ്മ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അഥവാ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും പോകേണ്ട വന്നാലും എപ്പോഴും അവനവൻ്റെ മക്കൾ അവനവൻ്റെ കൂടെ കാണണം. പിന്നെ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കിയിട്ട് തൻ്റെ ജീവിതം കൊണ്ട് താൻ മുന്നോട്ട് പോവുക, ജീവിതത്തിൽ സുഖിക്കുക, സന്തോഷിക്കുക, ഇതൊക്കെ പബ്ലിക്കാക്കുക. ആ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടായിരിക്കും. എന്നിട്ട് ഒരൊറ്റ വാക്കും കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടിയെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരികയും ചെയ്യാം, അതിൻ്റെ കൂടെ ലോകം മുഴുവൻ കറങ്ങുകയും ചെയ്യാം, ആനന്ദിക്കുകയും ചെയ്യാം, ആഘോഷിക്കുകയും ചെയ്യാം, കേക്ക് മുറിക്കുന്നതും കാണിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. മറ്റേ കുട്ടികൾക്ക് ഇത് ബാധകമല്ല. നിങ്ങളുടെ നെഞ്ചു പൊടിയുന്നുണ്ടായിരിക്കും, നിങ്ങളോട് പറയുന്നില്ലായിരിക്കും, അത്രയ്ക്ക് അതുങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ആസ് എ മദർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സ്ത്രീയെ ഒരിക്കലും ന്യായീകരിക്കില്ല അവർ ചെയ്ത പ്രവൃത്തിയെ. പക്ഷേ ഈ സ്ത്രീയെയും, ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയെയും ആസ് എ മദർ ഞാൻ ഒട്ടും അംഗീകരിക്കില്ല. കാര്യം അവർ പോറ്റുന്നില്ലേ, വളർത്തുന്നില്ലേ. ഇങ്ങനെ ഒരു കുഞ്ഞിനെ പോറ്റിയിട്ട് എന്താ കാര്യം? ആ കുഞ്ഞിന് എന്തെങ്കിലും അതിനെന്തോ ഐക്യു കുറവുണ്ടെന്ന് പറയുന്നത്, അതുകൊണ്ടായിരിക്കാം അത് മേ ബി ഇങ്ങനെ നിൽക്കുന്നത്. സാധാരണ നോർമലായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നേ ചാടിപ്പോയിട്ടുണ്ടാവും. കാര്യം ഈ നാണക്കേടും അപമാനവും ഒക്കെ സഹിച്ച് സൊസൈറ്റിയിൽ അത് നിൽക്കില്ല സാധാരണ കുട്ടികളാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടേഴ്സിന് നല്ല കമൻസ് പിന്നെയും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ അവരെ മൂപ്പിച്ചു കൊടുക്കാനുണ്ടാവും. കാര്യം ഇനിയും കണ്ടന്റ് വേണമല്ലോ. അങ്ങനെ കുറേ കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെ ജീവിക്കാം, കണ്ടന്റിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം, സ്വന്തം കുഞ്ഞിൻ്റെ ഭാവി നശിപ്പിച്ച് അങ്ങനെ പോകാം. ഇതിൻ്റെ പുറകെ ഇങ്ങനെ അപ്പൻ്റെ സ്നേഹം വേണം, ഇതാണ് കണ്ടന്റ്. അപ്പൻ്റെ സ്നേഹം വേണം, അപ്പനെ വിളിച്ചാൽ ഉടനെ അതിന് പ്രശ്നം. ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ലോജിക്കലി തിങ്ക് ചെയ്താൽ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യമാണോ ഇവർ ചെയ്യുന്നത്? ഇന്നലെ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്, റിയാക്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ്. കാര്യം നമ്മളാരും റിയാക്ട് ചെയ്യാൻ വേണ്ടി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, ഇവരെ ചെന്ന് കണ്ട് ഇൻ്റർവ്യൂ എടുത്ത് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ചെന്നൊന്നും മേടിച്ചുകൊണ്ട് വരുന്നില്ല, പബ്ലിക്കിലേക്ക് ഇട്ട് തരുന്നതാണ്. പിന്നെ എന്തിന് ജനങ്ങൾ മിണ്ടാതിരിക്കണം? കാര്യം ഇതൊന്നും ഒരമ്മമാരും മാതൃകയാക്കരുത്. നിങ്ങൾക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായിപ്പോയി എന്നുള്ളത് അവരുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തും കാണിച്ചോ, നിങ്ങളുടെ ലൈഫല്ലേ ഉള്ളൂ, അങ്ങ് പൊക്കോട്ടെ. നിങ്ങൾ എന്ത് രീതി വേണമല്ലോ, അടിയുണ്ടാക്കോ പടയുണ്ടാക്കോ, നിങ്ങൾ ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിപ്പോയെങ്കിൽ അവരെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. അത് വേറൊരു ജന്മമാണ്. ആ ജന്മം നമ്മൾ കൊടുത്തു എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അവരെപ്പറ്റി ബോധേടാവണം. അവർക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ അവരെങ്ങനെ പബ്ലിക്കിലിട്ട് അപമാനിക്കാനായിട്ട് നിൽക്കരുത് എന്തിൻ്റെ കാര്യമാണെങ്കിലും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്